ഇറാൻ ഭരണകൂടത്തിന്റെ ഉള്ളറകൾ തേടിയിറങ്ങിയ മൊസാദിന്റെ അണ്ടർ കവർ ഏജന്റിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് കാതറിൻ പെരശബ്ദമിൻ്റേത്. എഴുത്തുകാരിയും പത്രപ്രവർത്തകയും ചിന്തകയുമായി മതം മാറിയ മുസ്ലിമാണെന്ന് അഭിനയിച്ച് പരസ്യമായി ഷിയ ആണെന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ജൂത വനിത കാതറിൻ ഇറാനിൽ വന്നത് ചാരവൃത്തിക്ക് വേണ്ടിയായിരുന്നുവെന്ന് പിന്നീട് ഇസ്ലാമിക വിപ്ലവ സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. തന്ത്രപരമായി ഇറാന്റെ ഹൃദയഭൂമിയിൽ നുഴഞ്ഞു കയറി ഇറാനിയൻ അധികാര കേന്ദ്രങ്ങളെ അടുത്തറിയാൻ ദീർഘകാലം തന്ത്രപരമായി പ്രവർത്തിച്ച കാതറിനെ പോലുള്ളവരാണ് 2025 ജൂൺ 13-14 തീയതികളിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾക്ക് വഴികാട്ടിയായത്. 8 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും 7 ആണവ ശാസ്ത്രജ്ഞരെയും 3 കമാൻഡർമാരെയും കൊലപ്പെടുത്താനുള്ള വിവരങ്ങൾ ലഭ്യമാക്കിയത് ഇറാനിലെ മൊസാദ് ഏജന്റുമാർ ആയിരുന്നു. വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇറാനെ തങ്ങൾ ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു. ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാതറിൻ ജനിച്ചത്. അവരുടെ മുത്തശ്ശൻ ഹോളോകാസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടയാളായിരുന്നു. സൈക്കോളജിയിൽ ബിരുദവും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിനാൻസിലും കമ്മ്യൂണിക്കേഷനും ബിരുദാനന്തര ബിരുദവുമുണ്ട്. ലണ്ടനിലെ പഠനകാലത്താണ് യമനിലെ മുസ്ലിം യുവാവുമായി പ്രണയത്തിലായി വിവാഹം ചെയ്തത്. ആ സമയത്ത് തന്നെ അവർ മൊസാദുമായി ചേർന്ന് പ്രവർത്തിച്ചതായി പറയപ്പെടുന്നു. പിന്നീട് ഷിയായിസത്തിലേക്ക് മാറിയ കാതറിൻ ഷിയ മുസ്ലിങ്ങളെ കുറിച്ച് നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി. ഇസ്ലാമിക വിപ്ലവത്തെ പ്രശംസിച്ചും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖാംനെയെ വാഴ്ത്തിയും നിരവധി ലേഖനങ്ങളാണ് കാതറിൻ്റെതായി പുറത്തു വന്നത്. പ്രസ് ടിവി, ടെഹ്റാൻ ടൈംസ്, തസ്നീം ന്യൂസ്, തെഹ്റാൻ ന്യൂസ് തുടങ്ങി ഖാംനെയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും അവരുടെ രചനകൾ പ്രത്യക്ഷപ്പെട്ടു. 2017 ഇറാനിലെത്തിയ അവർ പിന്നീട് ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയോടൊപ്പം പലതവണ യാത്ര ചെയ്തിരുന്നു. റഷ്യൻ മാധ്യമത്തിന് റൈസി നൽകിയ അഭിമുഖത്തിൽ ദ്വിഭാഷിയായി പ്രവർത്തിച്ചത് കാതറിനായിരുന്നു. ഇതേക്കുറിച്ച് അവർ പിന്നീട് ടൈംസ് ഓഫ് ഇസ്രായേലിൽ എഴുതിയിരുന്നു. ഫ്രഞ്ച് പൗരത്വവും ഭർത്താവ് മുസ്ലിമാണെന്നതും കാരണമാണ് ഇറാനികൾ തന്നെ പൂർണ്ണമായും വിശ്വസിച്ചതെന്ന് അതിൽ പറയുന്നു. എന്നാൽ സമർത്ഥയായ ഈ മുഖം മൂടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദിന്റെ ചാരക്കണ്ണുകളായിരുന്നു. ഒരു പരമ്പരാഗത ചാരവനിതയല്ല, ഉന്നം വെച്ച സയനിസ്റ്റ് ശത്രുവായിരുന്നു പർദ്ദക്കുള്ളിൽ നിന്ന് പലതും നിരീക്ഷിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഇറാൻ സന്ദർശിച്ചിരുന്ന അവർ ചില ഉന്നത രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും അടുപ്പം സ്ഥാപിച്ചു. ജേർണലിസ്റ്റിക് റിസർച്ച് എന്ന പേരിൽ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും സന്ദർശിച്ചു. സംശയത്തിന് ഇട നൽകാത്ത വിധം പല കേന്ദ്രങ്ങളിലും എത്തി. ഇറാനിയൻ അധികാരികൾ പിന്നീടാണ് അവളുടെ പങ്ക് കണ്ടെത്തിയത്. സൂക്ഷ്മദൃഷ്ടിയും ബുദ്ധിമതിയുമായ അവൾ തിരിച്ചറിയുകയോ പിടിയിലകപ്പെടുകയോ ചെയ്യും മുമ്പ് ഇറാനിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഭരണകൂടത്തിലെ ചില ഉന്നതരാണ് തന്നെ ഇറാനിലേക്ക് ക്ഷണിച്ചതെന്ന് കാതറിൻ വെളിപ്പെടുത്തിയിരുന്നു. 2022 ഇറാൻ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദിനെ പിന്തുണക്കുന്ന ടെലഗ്രാം ചാനലിൽ ഇറാൻ സർക്കാരിന്റെ ഉന്നതങ്ങളിൽ പോലും ഇസ്രായേൽ ചാരന്മാർ നുഴഞ്ഞുകയറിയതായി ആരോപിച്ചിരുന്നു. കാതറിന്റെ ടൈംസ് ഓഫ് ഇസ്രായേലിലെ ലേഖനം ഉദ്ധരിച്ചായിരുന്നു ഈ ആരോപണം. പിന്നീട് ഇറാനിലെ പല മാധ്യമങ്ങളും കാതറിന്റെ ലേഖനങ്ങൾ ഇസ്രായേൽ ചാരവനിതയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന ആരോപണം അവർ തള്ളിക്കരയുകയും ചെയ്തു. ഭരണകൂടത്തിലെ ചില ഉന്നതരാണ് തന്നെ ഇറാനിലേക്ക് ക്ഷണിച്ചതെന്ന് കാതറിൻ വെളിപ്പെടുത്തിയിരുന്നു. 2022 ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദിനെ പിന്തുണക്കുന്ന ടെലഗ്രാം ചാനലിൽ ഇറാൻ സർക്കാരിന്റെ ഉന്നതങ്ങളിൽ പോലും ഇസ്രായേലി ചാരന്മാർ നുഴഞ്ഞു കയറിയതായി ആരോപിക്കുന്നു. കാതറിന്റെ ടൈംസ് ഓഫ് ഇസ്രായേലിലെ ലേഖനം ഉദ്ധരിച്ചായിരുന്നു ഈ ആരോപണം. പിന്നീട് ഇറാനിലെ പല മാധ്യമങ്ങളും കാതറിന്റെ ലേഖനങ്ങൾ നീക്കം ചെയ്തു. ആയത്തുള്ള ഖാംനെയുടെ ഓഫീസ് ഇസ്രായേലി ചാരവനിതയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന ആരോപണം അവർ തള്ളിക്കളയുകയും ചെയ്തു.